വൈരത്തിൻ്റെയും വേദനയുടെ ഇടയിൽ ഒളിഞ്ഞിരുന്ന സത്യം ഇന്ന് പുറത്തുവരും. ആശുപത്രിയുടെ നിശബ്ദതയിൽ ജീവനും മരണവും തമ്മിൽ പോരാടുന്ന ആ നിമിഷത്തിൽ ഒരു പ്രണയത്തിൻ്റെ ആദ്യ തുറന്ന സമ്മതം എല്ലാം മാറ്റിമറിക്കും. വെൽക്കം ടു അവർ സ്റ്റോറി ഇരുട്ടിൻ്റെ പ്രണയം എപ്പിസോഡ് 8. മഴ പെയ്യുന്ന ആ രാത്രി മാൻഷൻ്റെ വലിയ ഗ്ലാസ് ജാലകങ്ങൾക്ക് പുറത്തേക്ക് വെള്ളത്തുള്ളികൾ പതിഞ്ഞു വീഴുന്നു. അകത്ത് മിണ്ടാതെയിരിക്കുന്ന രണ്ട് മനസ്സുകൾ. നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ? അഥർവിൻ്റെ ശബ്ദം തണുത്തതായിരുന്നു, പക്ഷേ അതിനകത്ത് ഒരു അന്യമായ വിറയൽ ഒളിഞ്ഞിരുന്നു. വിഹാൻ തലയുയർത്തി അവനെ നോക്കി. കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു, എന്നാൽ അതിനൊപ്പം എന്തോ പിടിച്ചു നിർത്തുന്ന ഒരു വികാരവും. അതെ, അവൻ്റെ ശബ്ദം മന്ദമായിരുന്നു. ഒരു നിമിഷം അവിടെയെല്ലാം നിശ്ചലമായി. അഥർവിൻ്റെ കണ്ണുകളിൽ എന്തോ തകർന്നു പോയതുപോലെ തോന്നി. അവൻ പ്രതീക്ഷിച്ച മറുപടി ഇതല്ലായിരുന്നു. പക്ഷേ വിഹാൻ ശ്വാസം പിടിച്ചു. അവൻ്റെ വിരലുകൾ ചെറുതായി വിറച്ചു. ഞാൻ നിന്നെ വിട്ടുപോകാൻ പേടിക്കുന്നു. ആ വാക്കുകൾ ആ മുറിയിൽ പടർന്നിരുന്ന വായുവിനെ പോലും ഭാരമാക്കി. മഴയുടെ ശബ്ദം മാത്രം അവരുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് നിശബ്ദതയെ തകർക്കാൻ ശ്രമിച്ചു. അഥർവ് പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഓരോ ചുവടും വിഹാൻ്റെ ഹൃദയമിടിപ്പിനെ കൂടുതൽ ശക്തമാക്കി. അവൻ അടുത്തെത്തി നിർത്തി. വിഹാൻ്റെ മുഖത്തേക്ക് കൈനീട്ടി. അവൻ്റെ ചുണ്ടുകൾക്ക് കീഴെ വിരലുകൾ സ്പർശിച്ചു. ഈ തവണ അത് നിയന്ത്രണം കൊണ്ടുള്ള സ്പർശനമല്ലായിരുന്നു, പകരം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. നീ എന്നെ ഭയപ്പെടുന്നെങ്കിൽ, അഥർവ് മന്ദമായി പറഞ്ഞു. ഞാൻ ജയിച്ചു. അവൻ ഒരു നിമിഷം നിശബ്ദനായി. വിഹാൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ നീ എന്നെ വിട്ടുപോകാൻ പേടിക്കുന്നുവെങ്കിൽ. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറുചിരി പടർന്നു. അത് ഞാൻ തോറ്റതാണോ, അല്ലെങ്കിൽ നിന്നെ സ്വന്തമാക്കിയതാണോ? വിഹാൻ കണ്ണുകൾ അടച്ചു. അവൻ്റെ ശ്വാസം വേഗത്തിലായി. അഥർവ് അല്പം കൂടി അടുത്തെത്തി. അവരുടെ ഇടയിൽ ദൂരമില്ലാതെയായി. അവൻ തൻ്റെ നെറ്റി വിഹാൻ്റെ നെറ്റിയോട് ചേർത്തു. ശ്വാസങ്ങൾ തമ്മിൽ കലർന്നു. ആ സ്പർശനത്തിൽ ബലമില്ലായിരുന്നു, പക്ഷേ അതിൽ നിന്നൊരു പിടിച്ചു നിർത്തലുണ്ടായിരുന്നു. വിഹാൻ പിന്നോട്ട് നീങ്ങിയില്ല, എന്നാൽ മുന്നോട്ട് വന്നതുമില്ല. അവൻ അതേ നിലയിൽ നിന്നു, ആ ബന്ധത്തിൽ കുടുങ്ങിയതുപോലെ. മഴ പുറത്ത് ശക്തമായി പെയ്യുന്നു. അകത്ത് രണ്ട് ആത്മാക്കൾ തമ്മിൽ പോരാടുന്നു. ഒരാൾ മറ്റൊരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അതേസമയം ഒരാൾ മറ്റൊരാളെ വിട്ടുകൂടാതെ പിടിച്ചു നിർത്തുന്നു. നീ ഇപ്പോൾ തന്നെ എൻ്റെ ആണ്. നിനക്കത് മനസ്സിലായിട്ടില്ല. അവൻ അടുത്തേക്ക് വന്നു. വിഹാൻ ഈ തവണ പിന്നോട്ട് നീങ്ങിയില്ല, പക്ഷേ അവൻ്റെ കൈകൾ തമ്മിൽ മുറുകി പിടിച്ചു. പെട്ടെന്ന് മാൻഷൻ്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം. ഒരു കാറ് അകത്തേക്ക് കയറ്റി നിർത്തി. അഥർവിൻ്റെ കണ്ണുകൾ മാറി. അവൻ്റെ മുഖം കട്ടിയാവുന്നു. ദേവരാജ്. വിഹാൻ്റെ ഹൃദയം ഒന്ന് നിർത്തിയ പോലെ. വാതിൽ തുറന്ന് ദേവരാജ് അകത്തേക്ക് നടന്നു വന്നു. അവൻ്റെ കണ്ണുകൾ നേരെ വിഹാനിൽ, പിന്നെ അഥർവിൽ. നൈസ്, ഇവിടെ എന്തൊക്കെയോ മാറിയെന്ന് തോന്നുന്നു. അയാളുടെ ശബ്ദത്തിൽ അപകടകരമായ ശാന്തത. വിഹാൻ ഒന്ന് പിന്നോട്ട് നീങ്ങി. പഴയ ഭയം വീണ്ടും ഉയർന്നു. ദേവരാജ്, ഞാൻ വിട്ടത് എൻ്റെ ആളിനെയാണ്. അഥർവ് വിഹാനെ പുറകിലേക്ക് നിർത്തി. കണ്ണുകളിൽ തീ കത്തുന്നു. ഇനി അവൻ നിന്റെ ആളല്ല. ഒരു നിമിഷം അവിടെ ടെൻഷൻ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പോലെ. ദേവരാജ് വിഹാൻ്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നു. വാ, നിനക്കിവിടെ നിൽക്കേണ്ടതില്ല. പക്ഷേ വിഹാൻ കൈ പിൻവലിക്കുന്നു. ആ നിമിഷം എല്ലാം മാറുന്നു. ദേവരാജ് സ്തംഭിച്ചു നിന്നു. അഥർവ് നിശബ്ദമായി ചിരി. വിഹാൻ പതുക്കെ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. അവൻ്റെ ശബ്ദം വിറച്ചെങ്കിലും അതിലൊരു തീരുമാനമുണ്ടായിരുന്നു. ദേവരാജിൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ അഥർവിനെ നോക്കി. നീ അവനെ തകർക്കുന്നു. അഥർവ് ചെറുതായി ചിരിച്ചു. ഇല്ല, ഞാൻ അവനെ എന്നിൽ ചേർക്കുന്നു. ആകാശത്തു നിന്നും ഒരു മിന്നൽ പിണർ ഭൂമിയെ തൊട്ടു. ഈ വെളിച്ചത്തിൽ മാൻഷൻ്റെ പുറംവശം ഒരു യുദ്ധഭൂമിയെ പോലെ തോന്നിച്ചു. ദേവരാജൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ കോപം മാത്രം. വർഷങ്ങളായി അടിച്ചമർത്തിയ കോപം അയാളുടെ മുഖത്ത് തെളിഞ്ഞു. നീ, അയാൾ പല്ല് കടിച്ചു, എൻ്റെ സ്വന്തം ആളെ എനിക്കെതിരെ നിർത്തിയ അഥർവ്. അയാൾ പെട്ടെന്ന് തോക്കെടുത്ത് വിഹാൻ്റെ നേരെ ചൂണ്ടി. ആ നിമിഷം വിഹാൻ നിശ്ചലമായി. പക്ഷേ അഥർവിൻ്റെ കണ്ണുകളിൽ കോപം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ദേവരാജ്. അഥർവ് മുന്നോട്ട് പാഞ്ഞു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വിഹാനെ മറഞ്ഞു നിന്നു. പെട്ടെന്ന് ഗൺ ഷോട്ട്. വിഹാൻ കണ്ണുകൾ അടച്ചു. പക്ഷേ ബുള്ളറ്റ് വഴുതിപ്പോയി. അഥർവ് ഓൾറെഡി മൂവ് ചെയ്തു. അലക്സ്, അഥർവ് വിളിച്ചു. അടുത്ത നിമിഷം അലക്സും ഗാർഡ്സും ദേവരാജിൻ്റെ ഗ്യാങ്ങിനൊപ്പം ഏറ്റുമുട്ടി. അടിപിടികൾ, വെടിയൊച്ചകൾ, കുഴപ്പങ്ങൾ. മഴയും രക്തവും ഒരുമിച്ച് ചേരുന്നു. അഥർവ് നേരെ ദേവരാജിനെ ലക്ഷ്യമാക്കി അടുത്തു. ദേവരാജ് വീണ്ടും വെടിയുതിർത്തു. ഈ തവണ ബുള്ളറ്റ് അഥർവിനെ തൊട്ടു. അവനൊന്ന് തളർന്നു, പക്ഷേ അവൻ നിന്നില്ല. അവൻ ദേവരാജിനെ പിടിച്ചു. ഇതിവിടെ തീരും, അഥർവ് പറഞ്ഞു. ദേവരാജ് ചിരിച്ചു. നിനക്ക് തോന്നുന്നുണ്ടോ? ഈ തവണ ദേവരാജിന് നേരെ വെടികൊണ്ടു. അവൻ്റെ ശരീരം പിന്നോട്ട് തള്ളി നിലത്തേക്ക് വീണു. മഴത്തുള്ളികൾ അവൻ്റെ മുഖത്തേക്ക് വീണു. ദേവരാജ് നിശ്ചലമായി. ഒരു നിമിഷം എല്ലാം നിശബ്ദം. സർ, അലക്സിൻ്റെ ശബ്ദം. അഥർവ് തിരിഞ്ഞു. അവൻ്റെ ഷർട്ട് മുഴുവൻ രക്തം, നെഞ്ചിൽ ആഴമുള്ള മുറിവ്. അവൻ നിൽക്കാൻ ശ്രമിച്ചു, പക്ഷേ ശരീരം വഴങ്ങിയില്ല. അവൻ താഴേക്ക് വീണു. അഥർവ്, വിഹാൻ നിലവിളിച്ചു. അലക്സ് ഉടനെ ഓടി വന്നു. ക്വിക്ക്, ലിഫ്റ്റ് ഹിം. ഗാർഡ്സ് ചേർന്ന് അഥർവിനെ ഉയർത്തി. മഴയിൽ നനഞ്ഞ ശരീരം, രക്തം കലർന്ന നിലയിൽ. ആംബുലൻസിൻ്റെ സൈറൺ ശബ്ദം. ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. വിഹാൻ അവിടെ തന്നെ നിന്നു. അവൻ്റെ കണ്ണുകൾ അഥർവ് പോയ ദിശയിലേക്ക്.
ഹൃദയം ഭാരമായി. ആദ്യമായി ഒരാൾ അവനു വേണ്ടി ജീവൻ വരെ വെച്ച് പോരാടി. മഴ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ രാത്രി ഒരാളുടെ ജീവിതം പൂർണ്ണമായും മാറി. ICUവിന്റെ വാതിൽ അടഞ്ഞു. അകത്ത് മെഷീൻസിന്റെ ചെറിയ ശബ്ദം മാത്രം. ഓക്സിജൻ ഫ്ലോ, വെളുത്ത ലൈറ്റ്, ഒരു തണുത്ത നിശബ്ദത. ആ നിശബ്ദതയ്ക്കിടയിൽ അഥർ കിടക്കയിൽ, ശരീരം മുഴുവൻ ബാൻഡേജ്, ശ്വാസം മന്ദഗതിയിൽ. അഥർ എപ്പോഴും ശക്തനായി നിന്നവൻ ആദ്യമായി ഇത്രയും ദുർബലനായി തോന്നി. വിഹാൻ വാതിലടച്ചു നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും അവന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. ഹൃദയം പൊട്ടുന്ന പോലെ. പിന്നെ പതുക്കെ ഒരു ചുവട്, മറ്റൊരു ചുവട്. അവൻ അടുത്തേക്ക് നടന്നു. അവന്റെ ശ്വാസം വിറയ്ക്കുന്നു. കണ്ണുകൾ നിറഞ്ഞു. അവൻ കൈ നീട്ടി അഥർവിന്റെ തണുത്ത കൈ പതുക്കെ പിടിച്ചു. ആ സ്പർശനം അവന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന എല്ലാ വികാരങ്ങളും ഒരുമിച്ച് പൊട്ടിത്തെറിപ്പിച്ചു. എന്തിനാ? വിഹാന്റെ ശബ്ദം തകർന്നു. അവൻ തല താഴ്ത്തി. എനിക്ക് വേണ്ടി നീ എന്തിനാ ഇത്രയും? അഥർവിന്റെ കയ്യിൽ കണ്ണുനീർ ഒന്നായി വീണു. അവൻ നിശ്വാസം വിട്ടു. ഞാൻ നിന്നെ വെറുക്കാൻ ശ്രമിച്ചല്ലോ, ഓരോ തവണയും നിന്നെ തള്ളിക്കളയാൻ. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. പക്ഷേ നിന്നെ കാണാതിരുന്ന മണിക്കൂറുകൾ എനിക്ക് ശ്വാസം കിട്ടിയില്ല. വിഹാൻ പതുക്കെ അടുത്തേക്ക് ചായുന്നു. അവന്റെ വിരലുകൾ അഥർവിന്റെ കയ്യിൽ മുറുകുന്നു. ഇത് ഭയമല്ല. അവൻ തലകുലുക്കി. ഇത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. അവന്റെ ശബ്ദം പൂർണ്ണമായി തകർന്നു. ഞാൻ തകർന്നു പോകും. ആ വാക്കുകൾ ആ മുറിയിൽ മുഴങ്ങി. പിന്നെ വീണ്ടും നിശബ്ദത. ഒരു ചെറു നീക്കം. ആ നിശബ്ദതയ്ക്കിടയിൽ അഥർവിന്റെ വിരൽ ചെറുതായി നീങ്ങി. വിഹാൻ നിശ്ചലമായി. ഹൃദയം ഒരു നിമിഷം നിന്നതുപോലെ. അഥർവ്. അവൻ അടുത്തേക്ക് ചായുന്നു. അഥർവിന്റെ കണ്ണുകൾ പതുക്കെ തുറക്കാൻ ശ്രമിച്ചു. മങ്ങൽ, ലൈറ്റ്, വേദന. പിന്നെ പതുക്കെ വ്യക്തമായി. അഥർവ് ആദ്യമായി കാണുന്നത് വിഹാനെ കണ്ണുനീർ നിറഞ്ഞ് അവനെ നോക്കുന്നത്. അഥർവിന്റെ അധരങ്ങളിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. തളർന്നത്. പക്ഷേ നീ വന്നല്ലോ എന്ന ആ ശബ്ദം വിഹാന്റെ ഹൃദയത്തിൽ തളച്ചു. സംസാരിക്കണ്ട, വിഹാൻ ഉടൻ പറഞ്ഞു. അഥർവ് കൈ ഉയർത്തി മന്ദഗതിയിൽ വിഹാന്റെ കവിളിൽ തൊട്ടു. നിനക്ക് പേടിയുണ്ടായിരുന്നോ? വിഹാൻ കണ്ണുകൾ അടച്ചു. തല പതുക്കെ കുലുക്കി. ഒരു നിമിഷം അവൻ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. പിന്നെ നീ ഇല്ലാതെ. അവന്റെ ശബ്ദം വിറച്ചു. എനിക്ക് കഴിയില്ല. മെഷീൻസിന്റെ ശബ്ദം മാത്രം ആ മുറിയിൽ. വിഹാൻ മുന്നോട്ട് ചായുന്നു. മന്ദഗതിയിൽ. അഥർവിന്റെ നെറ്റിയിൽ മൃദുലമായ വിറയാർന്ന ഒരു ചുംബനം. അഥർവിന്റെ കണ്ണുകൾ അടഞ്ഞു. അവനൊരു നിശ്വാസം വിട്ടു. ഇത് അവൻ മൃദുവായി പറഞ്ഞു. എനിക്ക് കൂടി വേണ്ടിയായിരുന്നു. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു വിഹാനെ നോക്കി. ഇനി നീ ഒളിച്ചോടാൻ ശ്രമിക്കണ്ട. വിഹാൻ ചെറുതായി ചിരിച്ചു. കണ്ണുനീർ കൂടി. ഞാനിനി പോകില്ല. അവരുടെ കൈകൾ ചേർന്ന ആ നിമിഷം, ആരും പറയാതെ ഒരു വാക്ക് മാത്രം, അവൻ ഇനി ഒറ്റയ്ക്കല്ല. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.